3D alarm effect. ഈ ഒരു സംഭവം ഡാവിൻഷിയുടെ ഫ്രീ വേർഷനിൽ തന്നെ ഒറ്റൊരു മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ആദ്യം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുട്ടേജ് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങളൊരു അലാറം സെറ്റ് ചെയ്തിട്ട് അതൊരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ജസ്റ്റ് അലാറം വരുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ ഗ്രീൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാക്സിമം ക്രോപ്പ് ചെയ്ത് കളയുക. ഡാവിൻഷിയിൽ ഫോണിൻ്റെ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മേളിലായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ സംഭവം ജസ്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ സംഭവം സെലക്ട് ചെയ്തിട്ട് ഫ്യൂഷനിൽ പോയിട്ട് ഡെൽറ്റ കെയർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഗ്രീൻ ആയിട്ടുള്ള പാർട്ട് കറക്റ്റായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ക്ലിപ്പും ഡ്രാഗ് ചെയ്ത് ന്യൂ ഫ്യൂഷൻ ക്ലിപ്പിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇനി അതിനകത്ത് ആ നോട്ടിഫിക്കേഷൻ്റെ സംഭവം സെലക്ട് ചെയ്തിട്ട് DV എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ ജസ്റ്റ് നിങ്ങളുടെ പൊസിഷനും കാര്യങ്ങളും കറക്റ്റാക്കി സെറ്റാക്കി കൊടുക്കുക. ഇനി ആ ഒരു പോപ്പപ്പ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോളിഗൺ മാസ്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് കറക്റ്റായിട്ട് അതൊന്ന് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പോളിഗൺ മാസ്ക് ഫോൺ ക്ലിപ്പും നോട്ടിഫിക്കേഷനും കണക്റ്റഡ് ആയിട്ടുള്ള ഈ മെർജ് 2ലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി DVനോട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ട്രാൻസ്ഫോം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ പ്രോപ്പറായിട്ട് പൊസിഷന് ജസ്റ്റ് കീ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് മോഷൻ ബ്ലർ ഒന്ന് ടിക്ക് ചെയ്യുക. ഇനി ജസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ഗ്ലോയും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോഡെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ നോഡ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു കോഡ് ഞാൻ അയച്ചു തരാം. അത് ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഫ്യൂഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോഡ് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോഡെന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം.